ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക റെയ്ഡുമായി ഇഡി. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളുടെ വീടുകളിലും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉൾപ്പെടെ 21 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുക. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECI രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയമായിരുന്നു പരിശോധന. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിലെ വീട്ടിലും റൊദ്ധം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടന്നു. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരേറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരെത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നും ED അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.